കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെന്മാറ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം അയിലൂർ പ്രഭ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. മുൻ ആരോഗ്യമന്ത്രി വി.സി. കബീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ഗവർണറിനെക്കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ലത് പറയാൻ ഒരു മാർക്ക് പോലും കൊടുക്കാൻ 100 മാർക്കല്ല, 1 മാർക്ക് ഞാൻ കൊടുക്കാനില്ല. വട്ടപൂജ്യമാണ് അധ്യാപകരെ നമ്മൾ ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. എവിടുന്നാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കുന്നത് പറഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. ദിവസക്കൂലിക്കാരെ തൊഴിലുറപ്പിന് പോകുന്നവർ കഷ്ടത്തിലാണ്. റേഷൻ ഷാപ്പുകളിൽ പല സാധനങ്ങളില്ല. സിവിൽ സപ്ലൈസിൻ്റെ പല സ്റ്റോറുകളും പോയിരിക്കുന്നു. ഗവൺമെൻറ് ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല. ഇങ്ങനെ ഒരു പിശാചിൻ്റെ ഗവൺമെൻറ്, പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരിൽ സന്തോഷം കൊള്ളുന്ന ഒരു ഗവൺമെൻറ് ഇതിന് മുമ്പുണ്ടായിട്ടില്ല. എത്രയോ മുഖ്യമന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിയമസഭയിൽ ഞാനും ചെറുതൊക്കെ പല മുഖ്യമന്ത്രിമാരുള്ളപ്പോഴും നിയമസഭയിൽ ഇരുന്നിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊന്നും നമുക്ക് ഇത്രയധികം വെറുപ്പും ദേഷ്യവും തോന്നിയില്ല. വ്യക്തിപരമായി ഞാൻ പറയുന്നില്ല, ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അവസാനം ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന് ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ IT സെൻറ്റർ അതിൻ്റെ സ്ഥലം തിരിച്ചു പിടിക്കാനും അവരുടെ ദുബായിക്കാർക്ക് പണം കൊടുത്ത് കോമ്പൻസേഷൻ കൊടുത്ത് തിരിച്ചു പിടിക്കാനും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. KSSPA നെന്മാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് R. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മുൻ MLA KA ചന്ദ്രൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ KSSPA സംസ്ഥാന സെക്രട്ടറിയും DCC സെക്രട്ടറിയുമായ C. ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ KG എൽദോ, M. പത്മഗിരീശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. വിനോദ് ശക്രായി, UDF നിയോജക മണ്ഡലം ചെയർമാൻ KR പത്മകുമാർ, INTUC സംസ്ഥാന സെക്രട്ടറി KV ഗോപാലകൃഷ്ണൻ, അയിലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് SM ഷാജഹാൻ മറ്റു ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു. അസോസിയേഷൻ നെന്മാറ നിയോജക മണ്ഡലം സെക്രട്ടറി K. വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V. വിനേഷ് കുമാർ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.